ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹീബ്രു എപ്പിസ്റ്റൽസ്, അതായത് ഹെബ്രായർ മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിച്ച് തീരുകയുണ്ടായി. ഇന്ന് പത്രോസിൻ്റെ 1ഉം 2ഉം ലേഖനങ്ങൾ നമ്മളിന്ന് പഠിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. പത്രോസിൻ്റെ ലേഖനം നമുക്കറിയാം, 1ഉം 2ഉം പത്രോസ് തന്നെയാണ് എഴുതിയത്. നമ്മളത് പഠിക്കാൻ പോകുന്നത് ഇത് ആർക്ക് എഴുതിയിരിക്കുന്നു, ആർക്കിത് അഭിസംബോധന ചെയ്തിരിക്കുന്നു, എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ കാണുന്ന ഡോക്ട്രിൻസ്, ഉപദേശങ്ങളും ഹീബ്രു അല്ലെങ്കിൽ ദ റെമനൻസിന് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ, അതായത് ഹെബ്രായർ തൊട്ട് വെളിപ്പാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങളിൽ നാം കാണുന്ന ഡോക്ട്രിനൽ ഡിഫറൻസസ് അതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. നമ്മൾ കാണുന്നത് 1 പത്രോസ് 1-ാം അധ്യായം 1-ാം വാക്യവും 2 പത്രോസ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എഴുതിയത് പത്രോസ് തന്നെയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം എഴുതുന്നത് ഒരു AD 60-നോടടുത്താണ്. അപ്പോൾ തന്നെ 2-ാമത്തെ ലേഖനം AD 66-നോടടുത്താണ് എഴുതിയത്. 2 ലേഖനങ്ങളും മറ്റ് ഹീബ്രു എപ്പിസ്റ്റൽസ് പോലെ തന്നെ ജാതികളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ലേഖനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഓഡിയൻസിനെ, റെസിപ്പിയൻസ്, ഈ ലെറ്റർ അഭിസംബോധന ചെയ്തിരിക്കുന്നവരെ അഡ്രസ് ചെയ്തിരിക്കുന്ന പെക്യൂലിയർ പീപ്പിൾ ആയിട്ടാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഇങ്ങനത്തെ ചില ടേംസ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 7-ന്റെ 6 ഒക്കെ നമുക്കിതേ ടേംസ് കാണാൻ കഴിയും. ഇസ്രായേലിനെ കർത്താവ് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ഒരു പ്രത്യേക രാഷ്ട്രമായി, മറ്റ് എല്ലാ ജാതികളെ കാട്ടിലും ശ്രേഷ്ഠമായ ഒരു ജാതിയായിട്ട് ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ ഹോളി നേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ് ഇവര്. അബ്രഹാമിന്റെ സന്തതികൾ 1000 ആണ്ട് വാഴ്ച സമയത്ത് മറ്റനേക ജാതികളുടെ ഇടയിൽ ചെന്ന് ദൈവവചന സത്യങ്ങൾ പഠിപ്പിച്ച് ഭൂമിയൊക്കെയും വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയൊക്കെയും ദൈവത്തിന്റെ ജ്ഞാനത്താൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാൽ നിറഞ്ഞിരിക്കും എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെയാണ് ദ ചോസൻ ജനറേഷൻ എന്നും വിളിച്ചിട്ടുണ്ട്. ഡ്യൂട്രോണമി ചാപ്റ്റർ 7 വേഴ്സ് 6. ദ മിസ്റ്ററി പ്രോഗ്രാമും ദ പ്രൊഫസി പ്രോഗ്രാം, ദൈവത്തിൻ്റെ 2 പദ്ധതികൾ, ഇത് രണ്ടും രക്ഷ ക്രിസ്തുയേശു മുഖാന്തരമാണ്. മിസ്റ്ററി പ്രോഗ്രാമിൽ കൂടി, അല്ലെങ്കിൽ കർത്താവിൻ്റെ രഹസ്യ പദ്ധതിയിൽ കൂടി സ്വർഗമണ്ഡലങ്ങളെ കർത്താവ് വീണ്ടെടുക്കുമ്പോൾ ഇസ്രായേലിൽ കൂടി ഭൗമിക മണ്ഡലങ്ങളെ വീണ്ടെടുക്കുന്നതാണ് 2 പദ്ധതി. അതിൻ്റെ 2-ാമത്തെ പദ്ധതി ആദ്യം മുതലേ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ ദൈവം അരുളി ചെയ്തതായിരുന്നു, ദ പ്രൊഫസി പ്രോഗ്രാം. അപ്പോൾ തന്നെ ലോകാരംഭം മുതൽ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു ദ മിസ്റ്ററി പ്രോഗ്രാം. അത് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ച് പൗലോസ് അപ്പോസ്തലനാണ് അതാദ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ കഴിയും. ഈ 2 ലേഖനങ്ങളും ചിതറിപ്പാർക്കുന്ന അന്യജാതികളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് 2 വാക്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 പത്രോസ് 2-ാം അധ്യായം 11 തൊട്ട് 12 വരെയും 1 പത്രോസ് 4-ന്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം.
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ നോക്കണേ, ജാതികളുടെ ഇടയിൽ യഹൂദന്മാരുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് പറയാം. അപ്പൊ ആ ഡിഫറൻസ് കണ്ടില്ല. നമുക്ക് 1 പത്രോസ് 4:3 വായിക്കുമ്പോൾ അതേപോലെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുമേ. 1 പത്രോസിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ കുറിച്ചാണ്. അത് തന്നെയാണ് യാക്കോബിന്റെ ലേഖനവും എഴുതിയിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി എങ്ങനെ ഇസ്രായേൽ മക്കൾ ന്യായപ്രമാണം ശരിക്ക് പാലിക്കാൻ കഴിയാകിയാൽ അവരെ ദൈവം ഒരു ശിക്ഷയായിട്ട് അന്യജാതികളുടെ ഇടയിൽ ചിതറിപ്പാർക്കുകയുണ്ടായി. അപ്പോൾ തന്നെ തിരുവചനത്തിൽ തന്നെ അനേക വാഗ്ദത്തങ്ങളുണ്ട്, പ്രോമിസസ് ഉണ്ട്, പ്രവചനങ്ങളുണ്ട്. ദൈവം എങ്ങനെ അവരെ ഒരിക്കൽ മടക്കിക്കൊണ്ടുവരും. സെഫന്യ പുസ്തകം ത്തിലും യെശയ്യാ 43:5, എസെക്കിയേൽ 37:12, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആൻഡ് ഇഫ് ഐ ഗോ ആൻഡ് പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു, ഐ വിൽ കം ആൻഡ് റിസീവ് യു അൺടു മൈസെൽഫ്, ദാറ്റ് വേർ ഐ ആം there ye may also be. അപ്പൊ കർത്താവിന്റെ വരവിങ്കലാണ് ഇവരെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത്. ഈ തിരുവചനം നമ്മൾ ശരിയായിട്ട് വിഭാജിച്ച് പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ, തിരുവചനത്തിൽ അനേക പ്രോമിസസ്, മറ്റ് അനേക ചിലപ്പോൾ കർത്താവിന് വേണ്ടി മാത്രമുള്ള പ്രോമിസസ് ഉണ്ട്, ഇസ്രായേലിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഡോക്ട്രിൻസ് ഉണ്ട്. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലോമോൻ വരെയുള്ള ലേഖനങ്ങളിൽ ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഡോക്ട്രിൻസ് അവിടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്താൽ, അതായത് ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങളിൽ കാണുന്ന ഉപദേശങ്ങൾ, കാണുന്ന ഡോക്ട്രിൻസ് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ വളരെ കൺഫ്യൂഷന് ഇടയാകും. If the members of the church during the dispensation of grace is included in the audience of Peter, then the doctrines mentioned in both the epistles of Peter and also from Hebrews to Revelation would apply to us today. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഡോക്ട്രിനൽ ഡിഫറൻസസ്. ഒന്നാമത്തെ ഡോക്ട്രിനൽ ഡിഫറൻസ് നമ്മൾ കാണുന്നത്, ഇത് ഡിഫറൻസ് ഉണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവ് 2 പത്രോസ് 3:15-16 വായിക്കുമ്പോഴാണ്. പത്രോസ് അപ്പോസ്തലൻ യഹൂദ ചെറിയ കൂട്ടം, അതായത് ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് സ്റ്റാർട്ടഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്, അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നമ്മുടെ സഹോദരൻ, നമുക്കത് വായിച്ചെന്ന് കേൾക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച കാര്യം, പത്രോസ് അപ്പോസ്തലൻ 12 ശിഷ്യന്മാര് കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ഉപദേശം പ്രാപിച്ചവരാണ്. പൗലോസും ഡയറക്റ്റ് ആണ്, പക്ഷെ പൗലോസ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്നാണ് നേരിട്ട് ഉള്ള വെളിപ്പാട് ലഭിച്ചത്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുക, പൗലോസ് അപ്പോസ്തലൻ യഹൂദർക്ക്, അതായത് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിന് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ, അനേക ലേഖനങ്ങളിൽ, പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ മനസ്സിലാക്കാൻ പാടുള്ള അനേക കാര്യങ്ങളുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ പാടുള്ള കാര്യം? അഥവാ ഇവർ രണ്ടുപേരും ഒരേ കാര്യമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ പാടുള്ള ചില കാര്യങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരിൽ വ്യത്യസ്തമായ ഡോക്ട്രിൻസ് ആണ് കർത്താവായ യേശു ക്രിസ്തു ഇവർക്ക് കൊടുത്തത്. പൗലോസ് അപ്പോസ്തലനെയാണ് വിളിച്ച് വേർതിരിച്ച് ജാതികളുടെ അപ്പോസ്തലനായി മാറ്റിയത്, അന്യജാതികളുടെ അപ്പോസ്തലന്മാർ.
നമുക്ക് റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലെമോൻ വരെ വായിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 7 മർമ്മങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൃപയുടെ സുവിശേഷം, റോമർക്കെഴുതിയ ലേഖനം 16 അതിൻ്റെ 25-ാമത്തെ വാക്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2 8 തൊട്ട് 9 വരെയുള്ള ഭാഗങ്ങൾ നമുക്കത് കാണാൻ കഴിയും. ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, അതായത് ഭക്തിയുടെ മർമ്മം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, എഫേസ്യർക്കെഴുതിയ ലേഖനം 5:12. കൂട്ടായ്മയുടെ മർമ്മം, ഇത് പത്രോസിനും 12 ശിഷ്യന്മാർക്കും മനസ്സിലാക്കാൻ പാടുള്ള കാര്യമായിരുന്നു. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതുള്ള നീതീകരണവും അന്യജാതികളും യഹൂദന്മാരും ഒരുമിച്ച് ഒരു കൂട്ടായ്മ, അതവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ തന്നെ ജാതികളുടെ സംഖ്യ തികയോളം ഇസ്രായേലിന് ഒരു ഭാഗം ഒരു അന്ധത വന്നിരിക്കുന്നു, അവരുടെ ഹൃദയ കഠിനം വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ റാപ്ചർ, ഇതൊരു മിസ്റ്ററി ആയിരുന്നു. നമുക്ക് അറിയാം, പഴയ നിയമത്തിലും സുവിശേഷങ്ങളിലും അന്ത്യനാളിൽ മരിച്ചവർ വിശ്വാസികളൊക്കെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു കാര്യം എല്ലാവരും പഴയ നിയമത്തിലും ബോധ്യമുണ്ടായിരുന്നു. ഈവൻ ലാസറിൻ്റെ സിസ്റ്റർ വരെയും യേശുക്രിസ്തുവിനോട് പറയുകയുണ്ടായി, അതെ, ആ അവസാന നാളിൽ ലാസറും എഴുന്നേറ്റ് വരും എന്ന് എനിക്കറിയാം. അത് തന്നെയാണ് ദാനിയേലിനോട് പറഞ്ഞ്, നീ അന്ത്യനാളിൽ, ഇപ്പോഴോ ദാനിയേൽ നീ പോയിക്കൊള്ളുക, അന്ത്യനാളിൽ നീ എഴുന്നേറ്റ് വരും, നിന്റെ പ്രതിഫലം പ്രാപിപ്പാൻ നീ വരും എന്നുള്ള കാര്യം, ആ ഒരു കോൺസെപ്റ്റ് അറിയാമായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ റാപ്ചർ ആകുന്നതും അതൊരു മിസ്റ്ററി ആയിരുന്നു. അതിന് മുമ്പ് ആർക്കും അറിയത്തില്ലായിരുന്നു, ഇല്ലേ? 7-ാമത്തെ മിസ്റ്ററി 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 2:7 വാക്യത്തിൽ ഉള്ളത് മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിൻ്റെ മർമ്മം. ഈ കാര്യങ്ങളൊക്കെ ജൂയിഷ് ഫ്ലോക്കിന് മനസ്സിലാക്കാൻ പാടുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 1 പത്രോസ് 1-ാം അധ്യായം 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് സുവിശേഷമാണ് യഹൂദരുടെ ഇടയിൽ പ്രസംഗിക്കുന്നത്. പത്രോസ് പറയുന്നത് ഏത് സുവിശേഷമാണ്? നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏത് സുവിശേഷമാണ് ദ ലിറ്റിൽ ഫ്ലോക്ക് എൻ്റെ അപ്പോസ്റ്റൽസ്, 12 അപ്പോസ്റ്റലന്മാരും യേശുക്രിസ്തു ഒക്കെ പ്രസംഗിച്ചത്? മുൻകാലങ്ങളിൽ പ്രവാചകന്മാരാൽ ഘോഷിക്കപ്പെട്ട് പ്രവചിക്കപ്പെട്ട ഒരു സുവിശേഷമാണ്, അല്ലേ? അത് തന്നെയാണ്, അതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം, അല്ലേ? അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിന് റോമർക്കെഴുതിയ ലേഖനം 16:25 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ലോകാരംഭം മുതൽ മറഞ്ഞിരുന്നതായിരുന്നു. ഇറ്റ് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ എന്നാണ് റോമർക്കെഴുതിയ ലേഖനം 16:25 പറയുന്നത്. അതേസമയം ഇത് ഇപ്പോൾ വെളിപ്പെട്ടു. ആർക്ക് വെളിപ്പെട്ടു? പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടു. പൗലോസിൽ നിന്ന് മറ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ശുശ്രൂഷകർക്ക് വെളിപ്പെടുകയുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രോഫറ്റുമായിരുന്നു, നമുക്കത് അറിയാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? 2 വ്യത്യസ്തമായ സുവിശേഷമാണ്, റൈറ്റ്?
രക്ഷ അഥവാ നമ്മൾ പത്രോസിന്റെ ലേഖനങ്ങളുടെ റിസിപ്പിയൻസിൽ നമ്മളും ഉൾപ്പെടുന്നു എങ്കിൽ നമ്മുടെ രക്ഷ ഇതുവരെ നടന്നിട്ടില്ല. അത് പിന്നെ വരാനൊരു സമയത്താണ് അത് നടക്കുന്നത്. നമുക്ക് 1 പത്രോസ് 1-ന്റെ 4-5 വാക്യം, അത് അപ്പോൾ തന്നെ 1 പത്രോസ് 1-ന്റെ 9 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, അവരുടെ രക്ഷ ഭാവിയിൽ ഒരു സമയത്താണ്, 7 വർഷത്തെ മഹോപദ്രവത്തിന്റെ അന്ത്യത്തിലാണ്. നമുക്ക് നോക്കാം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 5, 4, 5 നമ്മുടെ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ അല്ലേ. അതേസമയം ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ന്റെ 18 ഇംഗ്ലീഷ് ബൈബിൾ കിങ് ജെയിംസിൽ പറയുന്നത്, ഫോർ ദ പ്രീച്ചിങ് ഓഫ് ദ ക്രോസ് ഈസ് ടു ദം ദാറ്റ് പെരിഷ് ഫൂളിഷ്നെസ്, ബട്ട് അൺ ടു അസ് വിച്ച് ആർ സേവ്ഡ് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇതേ കാര്യം 2 കൊരിന്ത്യർ 2-ന്റെ 15 എഫേസ്യർ 2-ന്റെ 5 നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇന്ന് നമ്മുടെ രക്ഷയുടെ സുവിശേഷം നാം കേട്ട് അതിൽ നാം വിശ്വസിക്കുമ്പോൾ, അതായത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ രക്ഷ പൂർത്തിയാകുക. ഇൻ ദ സെൻസ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ ഹൃദയത്തിൽ നൽകി, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും നമുക്ക് ലഭിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാൾ വരെയും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുക. അപ്പോൾ ആ ബ്ലെസ്സഡ് അഷ്വറൻസ് ഉണ്ട്. അതേസമയം ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, അവരുടെ രക്ഷയ്ക്ക് ഉറപ്പില്ല, രക്ഷാഭദ്രത അവർക്ക് ഇല്ല. 1 പത്രോസ് 1-ന്റെ 17 1 പത്രോസ് 4-ന്റെ 17 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവർക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ്. കാരണം പിതാവ് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന പിതാവ് ആകയാൽ, അതുകൊണ്ട് ഭൂമിയിൽ ഉള്ള കാലം വളരെ ഭയത്തോടും ഭക്തിയോടുകൂടി കഴിക്കണം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഓർപ്പിക്കുന്നത്. അത് തന്നെയല്ല, അതിൻ്റെ 4-ന്റെ 17 നമ്മളൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നീതിമാൻ കഷ്ടിച്ച് രക്ഷ പ്രാപിക്കൂ. പ്രിയമുള്ളവരെ, ദ കിങ്ഡം ഗോസ്പൽ അനുസരിച്ച്, ദ പ്രോഫസി പ്രോഗ്രാം അനുസരിച്ച് നീതിമാൻ വളരെ കഷ്ടിച്ചേ രക്ഷ പ്രാപിക്കുള്ളൂ. സ്കേഴ്സ്ലി ബി സേവ്ഡ്. അതേസമയം അവിടെ തന്നെ ചോദിക്കുക, അങ്ങനാണെങ്കിൽ അഭക്തന്റെ കാലം എങ്ങനെ ആയിരിക്കും? നമുക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, ഈ പീരീഡിലുള്ള സഭയോട് പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ അറിയിക്കുന്നത് നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ന്റെ 18 വായിക്കാം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. അതും ഒരു ഫ്രീ ഗിഫ്റ്റായിട്ടാണ്, ഇല്ലേ എല്ലാവരും. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 4-ാം എഴുതിയിരിക്കുന്നു, അഭക്തനെങ്കിലും പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്ന ദൈവത്തിൽ ഉള്ള അവൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിടും. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, അല്ലേ, ഈവൻ 2 തിമോത്തിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് എന്തോ, നാം അവിശ്വസ്തരായിരുന്നാൽ പോലും ദൈവം വിശ്വസ്തനാണ്, കാരണം അവനെ തന്നെ ത്യജിക്കാൻ കഴിയുകയില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. അതേസമയം
ഗുഡ് വർക്ക്സ് ആർ നെസസറി ഫോർ സാൽവേഷൻ. ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിന് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്ന ആ കൂട്ടർക്ക് അവർക്ക് വിശ്വാസത്തിനോട് കൂടി അനേക കാര്യം കൂട്ടിച്ചേർക്കണം. നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 5 തൊട്ട് 7 വരെയുള്ള വാക്യം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. 2 പത്രോസ് 2-ന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യവും നമുക്ക് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. കണ്ടില്ലേ? അവരുടെ രക്ഷ നഷ്ടപ്പെട്ട് ആദ്യത്തേതിലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവർ പിന്നീട് പോകുന്നത്. അപ്പൊ അവരുടെ രക്ഷയ്ക്ക് അവർ അന്ത്യം വരെയും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവസാനം വരെയും അന്ത്യം വരെയും വിശ്വസ്തനായിരിക്കുക, എന്നാലാണ് അവർക്ക് രക്ഷ ലഭിക്കുന്നത്, അല്ലേ? അതേസമയം ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന് റോമർക്കെഴുതിയ ലേഖനം 4-5 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തി കാരണമല്ല. നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്താൽ സത്യസുവിശേഷം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമ്മൾ കൃപയുടെ സുവിശേഷം പറഞ്ഞാൽ നമുക്ക് അനേകരെ നിത്യത ജീവനിലേക്ക് നയിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ള താൻ നേടിയവരെ നോക്കി പറയുവാണ്, നിങ്ങളാണ് എൻ്റെ കിരീടം എന്ന്, അല്ലേ? അതാണ് പ്രതിഫലം. നമുക്ക് അടുത്ത കോൺസെപ്റ്റ് അപ്പം നമ്മൾ ചിന്തിക്കുകയുണ്ടായി രക്ഷയെക്കുറിച്ചുള്ള ഡോക്ട്രിനൽ ഡിഫറൻസ്. അടുത്തത് കൃപ എപ്പോഴാണ് പകരപ്പെടുന്നത്? നമുക്ക് 1 പത്രോസ് 1-10 അതിൻ്റെ 13-ാമത്തെ വാക്യവും നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നാം വായിച്ച് കേട്ടതുപോലെ ഇത് പ്രോഫറ്റിക് പ്രോഗ്രാമിലെ ഭാഗമാണ്. പ്രവാചകന്മാർ ഇവർക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. എപ്പോഴാണ് ഈ കൃപ വരുന്നത്? ഈ കൃപ ഇവരുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവെങ്കിലാണ്. ഒലിവ് മലയിൽ വരുമ്പോഴാണ് കൃപയുടെയും കരുണയുടെയും മാനസാന്തരത്തിൻ്റെയും ആത്മാവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ട് ഇവർ കുത്തിയവെങ്കിലേക്ക് നോക്കി ഇവർ വിലപിച്ച് അനുദപിക്കുന്നത്. അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിന് അങ്ങനാണോ? നമുക്കൊന്ന് നോക്കാം. കൊലോസ്യർക്ക് ലേഖനം 1-26. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുമ്പത്തെ കാര്യം ഗ്രേസിനെ കുറിച്ച്, പത്രോസ് ഗ്രേസിനെ കുറിച്ച് പറയുമ്പോഴത്തേന് ആൾക്കാർ ചിലപ്പോൾ പറയും, താണ്ട് പത്രോസും കൃപയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, പത്രോസും യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചും യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കൃപ എപ്പോൾ വരുന്നതാ? ഏറ്റവും അവസാനമാണ് പകരപ്പെടുന്നത്. അത് പ്രവചന പദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന് കൊടുത്തിരിക്കുന്ന റെവലേഷൻ അതൊരു മർമ്മമായിരുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-7 2 തിമോത്തിയോസ് 1-9 നമുക്ക് വായിക്കുമ്പോൾ കൃപ എപ്പോഴാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഇല്ലേ? ഇറ്റ്സ് പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2 തിമോത്തിയോസ് 1-9.
അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും എനിക്ക് തോന്നുന്നു ഞാനത് ഫുൾ കോപ്പി ചെയ്തില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്തോ, ഹൂ ഹാത്ത് സേവ്ഡ് us and called us with a holy calling, not according to our works, but according to his own purpose and grace, which was given us in Christ Jesus before the world began. ഇവിടെ വേൾഡിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ പ്രൊഫസി പഠിക്കുമ്പോൾ, ബൈബിൾ പ്രൊഫസി പഠിക്കുമ്പോൾ ലോകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം ഇസ്രായേലിന് അല്ലെങ്കിൽ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ആ നിലത്തെക്കുറിച്ചാണ്, അല്ലേ? ആ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ദ മിസ്റ്ററി പ്രോഗ്രാം ആരംഭിച്ചിരുന്നു, അല്ലേ? അപ്പോൾ ആ ടൈമിലെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അംഗങ്ങളായി ആരെല്ലാം ആകുന്നോ അവർക്കെല്ലാവർക്കും കൃപ പകരും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കത് മലയാളത്തിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അപ്പൊ കൃപ നമുക്ക് എന്ത് ചെയ്തിരിക്കുക? നൽകപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? അടുത്തത് പെർഫെക്ഷൻ ഈസ് ത്രൂ സഫറിങ്സ്. അവിടെ സഫറിങ് ഉദ്ദേശിച്ചിരിക്കുന്നത് പീഡനകാലത്തെ കുറിച്ചാണ്. അതിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അവരുടെ ശുദ്ധീകരണം നടക്കുന്നത്. ആ ഭാഗം പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. യെശയ്യാ 48:10 എഴുതിയിരിക്കുന്നുണ്ട്, തീച്ചൂളയിലാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന്. നമുക്ക് 1 പത്രോസ് 5:10 1 പത്രോസ് 4:12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. 1 പത്രോസ് 4:12-13. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്നുവെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുക, വെള്ളിയും സ്വർണവും എങ്ങനെ തീയിൽ കൂടി ഊതി ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് വരുന്നത് പോലെ ഈ മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമുക്ക്, അതിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ പുസ്തകത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എങ്ങനെ തീച്ചൂളയിൽ കൂടി കടന്നുപോയി ക്രിസ്തു നാലാമനായി അവരോട് കൂടെ ഇരുന്ന് അവരെങ്ങനെ പുറത്തു കൊണ്ടുവന്നോ, അതുപോലെ ഈ മഹാഭദ്രകാലം കഴിഞ്ഞ് പുറത്തു വരുന്ന ശേഷിപ്പ് ആ വിശ്വാസ കൂട്ടർ അവര് വിശ്വാസത്തിൽ തികഞ്ഞവരായിരിക്കും. അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിൽ എപ്പോഴാണ് നമ്മൾക്ക് പെർഫെക്ഷനും നമുക്ക് ക്രിസ്തുവിൽ എപ്പോഴാണ് സ്ഥിരത ഉള്ളവരായി മാറുന്നത്? നമുക്ക് 2 കൊരിന്ത്യർ 1:21-22 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർക്ക് ലേഖനം 2:10 പറയുകയാണ്, നാം ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കുന്നു, ഇല്ലേ? ഇപ്പോൾ നാം വിശ്വസിക്കുന്ന മാത്രമേ നമ്മൾ പൂർണ്ണരായിരിക്കുന്നു. 2 കൊരിന്ത്യർ 1:21-22 വരെ നമ്മൾ വായിച്ചത്, നമ്മൾ വിശ്വസിക്കുന്ന മാത്രമേ കർത്താവാണ്, അല്ലേ, നമ്മളെ അഭിഷേകം ചെയ്യുന്നത്, അല്ലേ? ദ അനോയിന്റിങ് ഓഫ് ക്രൈസ്റ്റ്, അല്ലേ? അപ്പോൾ തന്നെ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയും ഇരിക്കുകയാണ്. അടുത്തത് ഒരു കോൺസെപ്റ്റ് 1 പത്രോസ് 3:20 എഴുതിയിരിക്കുന്നത് ബാപ്റ്റിസം നൗ സേവ്സ് അസ്. നമുക്ക് അതൊന്ന് വായിച്ച് കേൾക്കാം. 1 പത്രോസ് 3:20-21 വാക്യം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നോഹയുടെ വിഷയം, ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എങ്ങനെ നോഹയും 8 വ്യക്തികളും എങ്ങനെ ആ പെട്ടകത്തിനുള്ളിൽ ആയിരുന്നു, പെട്ടകം എങ്ങനെ വെള്ളത്തിന്റെ മീതെ, അത് വെള്ളം ദൈവത്തിന്റെ ന്യായവിധിയാണ് കാണിക്കുന്നത്, അതിന്റെ മീതെ എങ്ങനെ അവർ ഉയർന്ന് ആ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അതുപോലെ ഇപ്പോൾ സ്നാനവും നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം അത് വെള്ളത്തിൽ മുങ്ങുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നോഹയുടെ സമയത്ത് വെള്ളത്തിൽ മുങ്ങിയവരെല്ലാവരും നശിച്ചു പോയി, ഇല്ലേ? അപ്പോൾ ഇതേത് സ്നാനമാണ്? യോഹന്നാൻ സ്നാപകൻ മത്തായി 3:11 3 സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെള്ളത്താൽ ഉള്ള സ്നാനം, കർത്താവ് ആത്മാവിനാൽ സ്നാനം കൽപ്പിക്കുന്നു, പിന്നെ തീയുടെ സ്നാനം, അഗ്നിയിൽ കൂടിയുള്ള ഒരു സ്നാനം. ഈ മഹോപദ്രവകാലം മുമ്പേ നമ്മൾ യെശയ്യാ 48:10 വായിക്കുന്നത് പോലെ ഈ ഫർണസ്, ഈ തീച്ചൂള തീയിൽ കൂടിയുള്ള ഈ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ അവര് ശുദ്ധീകരണം പ്രാപിച്ച് പുറത്തു വരുന്നത്. അതാണ് ദ ബാപ്റ്റിസം ഓഫ് ദ ഫയർ എന്ന് പറഞ്ഞാൽ ഈ മഹോപദ്രവകാലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഒരൊറ്റ സ്നാനമേ ഉള്ളൂ. അത് എഫേസർക്കെഴുതിയ ലേഖനം 4 4 വാക്യം മുതൽ 6 വരെ നമ്മളൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ there is one body, one spirit, even as ye are called in one hope of your calling, one Lord, one faith, one baptism. അതേതാണ് ബാപ്റ്റിസം? 1 കൊരിന്ത്യർക്കുള്ള ലേഖനം 12:12-13 വരെയുള്ള വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം ക്ലിയർ ആവും. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം നമ്മുടെ രക്ഷയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രമേ പരിശുദ്ധാത്മാവാണ് നമ്മളെ ആ ഏക ശരീരത്തിലേക്ക്, ക്രിസ്തുവിന്റെ ഏക ശരീരമായി നമ്മളെ സ്നാനം കൽപ്പിക്കുന്നത്. For by one spirit are we all baptized into one body. അല്ലേ? അതാണ് ആ വൺ ബോഡിയെ കുറിച്ചാണ് എഫേസർക്കെഴുതിയ ലേഖനം 4:4-5 വരെയുള്ള വാക്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം യഹൂദരെ സംബന്ധിച്ച് അനേക സ്നാനങ്ങളുണ്ട് അവരുടെ ജൂയിഷ് ട്രഡീഷനിൽ, അല്ലേ? അടുത്തൊരു കാര്യം, ഡോക്ട്രിനൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, രാജ്യത്തിന്റെ പദ്ധതിയിൽ ഉള്ളവർ, അവർ യഹോവയുടെ ആ ദിവസത്തിനായി നോക്കി പാർക്കുകയാണ്. നമുക്കതിരുന്ന് വായിച്ചേക്കാൻ 2 പത്രോസ് 3:10-13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും.
ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുടെ പ്രത്യാശ എന്തുവാണ്? യഹോവയുടെ നാള്. ആ നാള് കൂരിട്ടും അന്ധതമസുമാണ്. ആ നാൾ വലിയ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഇല്ലേ, ദ എലിമെന്റ്സ് ഷാൽ മെൽറ്റ് വിത്ത് ഫെർവെന്റ് ഹീറ്റ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് പോലുള്ള സംഭവങ്ങളാണ് ഇല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അതാണോ നമ്മുടെ പ്രത്യാശ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ? അല്ല. ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ പ്രത്യാശ എന്തുവാണ്? തീത്തോസിന്റെ ലേഖനം 2:13, 2 കൊരിന്ത്യർ 5:1 നമുക്കൊന്ന് വായിക്കാം. കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അതിന്റെ തീത്തോസിന്റെ 2:13 ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ലുക്കിംഗ് ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അല്ലേ, തീത്തോസ് 2:13 ഇംഗ്ലീഷിൽ, ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ്. എന്തുവാണ് നമ്മുടെ ബ്ലെസ്സഡ് ഹോപ്പ്? ദ ഗ്ലോറിയസ് അപ്പിയറിംഗ്. ഇനി മലയാളം ബൈബിളിൽ അത് 12ാമത്തെ വാക്യമാണ്, നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഹോപ്പ് എന്തുവാണ്? 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:16-17 പറയുന്നത് കർത്താവിന്റെ വരവ്, മധ്യാകാശ വരവിനാണ് ഇല്ലേ, നമ്മുടെ റാപ്ചറിന് വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 5:1 വാക്യം നമുക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ അംഗങ്ങൾ എന്നേക്കും സ്വർഗസ്ഥലങ്ങളിലാണ് നമ്മൾ വസിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഭൂമിയിലോട്ട് മടങ്ങി വരുന്നില്ല ഇല്ലേ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നമുക്കതൊന്ന് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടുണ്ട്? സ്വർഗത്തിലാണ് ഇല്ലേ. ഇംഗ്ലീഷ് ബൈബിൾ, ഫോർ വി നോ ദാറ്റ് ഇഫ് അവർ earthly house of this tabernacle were dissolved, we have a building of God, an house not made with hands, eternal in heavens. പ്രൈസ് ദി ലോർഡ്. അതേസമയം ലിറ്റിൽ ഫ്ലോക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പദ്ധതിയിൽ കൂടി പോകുന്നവർക്ക് അവരുടെ പ്രത്യാശ എന്തുവാ? പുതിയ ആകാശവും പുതിയ ഭൂമിയും. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അത് ഏതാ? ഈ ഭൂമി തന്നെയാണ് അല്ലേ. കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവായി വാഴും ഈ ഭൂമിയിൽ അല്ലേ. അപ്പോൾ ഇസ്രായേൽ മക്കൾ, അവരുടെ മേൽ 12 അപ്പോസ്തലന്മാരും 12 സിംഹാസനങ്ങളിലിരുന്ന് അവർ ന്യായപാലനം ചെയ്യുകയുണ്ടായിരിക്കും. അന്ന് ഭൂമിയൊക്കെയും സമാധാനമുണ്ടാകും അല്ലേ. അവർ ആ കാര്യത്തിന് വേണ്ടി നോക്കി പാർക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു അവരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ അല്ലേ. സക്കറിയ പ്രവാചകൻ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രത്യാശ എങ്ങനെയാണ്? എന്തുവാ? ചുറ്റുമുള്ള ശത്രുക്കളുടെ ഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സദാകാലവും നിന്റെ ആലയത്തിൽ ഭയമന്യേ സേവനം ചെയ്യുവാൻ അല്ലേ. അതേസമയം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് മഹോപദ്രവത്തിൽ കൂടി കടന്നു പോവുകയില്ല. 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവിടെ വിശ്വാസികളുടെ ഇടയിൽ ഒരു തെറ്റായ ഒരു പഠിപ്പീര് അവിടെ ഉണ്ടായി. അതായത് യഹോവയുടെ ദിവസം സമീപിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? അവർ ഭയഭീതരായിത്തീർന്നു.
പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്: ഡു നോട്ട് ബി ട്രബിൾഡ്. കാരണം നാം രാത്രിക്കുള്ളവരല്ല, നാം ഇരുട്ടിന്റെ സന്തതികൾ അല്ല. രാത്രി, ഇരുട്ട് എന്താണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചത്? മഹോപദ്രവത്തിനുള്ളവരല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേഗം ഈ കാര്യങ്ങൾ നമ്മൾ ഏതാണ്ട് പഠിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡോക്ട്രിനൽ ഡിഫറൻസസ് നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ secure@gmail.com അറിയിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.